ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക്. പൊതുമേഖല, സ്വകാര്യ, വിദേശ, സഹകരണ, ഗ്രാമീണ ബാങ്കുകളിലെ എല്ലാ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ബാങ്കുകളുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടും. ബാങ്ക് യൂണിയനുകളും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും തമ്മിലുള്ള ചർച്ചകൾ ഫലം കാണാതെ വന്ന സാഹചര്യത്തിലാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സെൻട്രൽ ലേബർ കമ്മീഷൻ ഒരു ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അതിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകാൻ ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും നിർബന്ധിതമായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ഗവൺമെൻറ്റും ഇതിന് പരിഹാരമുണ്ടാക്കണം. അതല്ല എത്തപക്ഷം ഇത് പ്രക്ഷോഭ പരിപാടികൾ ഊർജിതപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട്. നോട്ട് അസാധുവാക്കൽ തുറന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നും തീർന്നിട്ടില്ല എന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇപ്പോഴും ആവശ്യത്തിന് കറൻസി എല്ലായിടത്തും ഓൾ ഇന്ത്യ തലത്തിൽ ATMs എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് അധികം ചെയ്ത ജോലികൾക്ക് പ്രതിഫലം നൽകുക, കൂടുതൽ ജീവനക്കാരെയും ഓഫീസർമാരെയും നിയമിക്കുക, ബാങ്കിന്റെ പ്രവൃത്തി ദിവസം 5 ദിവസമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. തുടർച്ചയായ അവധി കാരണം കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇന്നലെ മാത്രമാണ് ബാങ്കുകൾ പ്രവർത്തിച്ചത്. ഇന്ന് പണിമുടക്ക് കൂടി ആയതോടെ ബാങ്ക് പ്രവർത്തനം തുടർച്ചയായി മുടങ്ങുന്നത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.